എല്ലാവർക്കും നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ മാസം 29-ാം തീയതി കേരളത്തിൽ എത്തിച്ചേരുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം ആലോചിച്ചിട്ടുള്ളത്. 1-ാം ഘട്ടം ഈ മാസവും 2-ാമത്തെ ഘട്ടം ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയുമാണ്. 1-ാം ഘട്ട സന്ദർശനമാണ് 29-ാം തീയതി. തൃശ്ശൂരിലും പാലക്കാടുമായി 2 പ്രോഗ്രാമുകളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുക്കും. 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പാലക്കാട് നടക്കുന്ന പൊതുസമ്മേളനത്തിലും 4 മണിക്ക് തൃശ്ശൂർ നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ 4 മണിക്ക് 4 മണിക്ക് തൃശ്ശൂർ റൗണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ 1,00,000 പേർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ റവന്യൂ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും NDA പ്രവർത്തകന്മാർ ആ റോഡ് ഷോയിൽ സംബന്ധിക്കും. ഈ ജില്ലയിലെ 13 സ്ഥാനാർത്ഥികളും ആ റോഡ് ഷോയിൽ അണിനിരക്കും. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടുകൂടി കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ആരംഭിക്കണമെന്നാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഈ അവിശുദ്ധ ബാന്ധവത്തെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ആരാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം. പിണറായി വിജയനാണോ VD സതീശനാണോ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ ദേശീയ തലത്തിൽ ആ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്നലെയും ഡൽഹിയിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് നാം കണ്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ സഖ്യത്തിൻ്റെ കേരളത്തിലെ നേതാവാരാണ്? ഓരോ സംസ്ഥാനത്തിനും ഇന്ത്യ സഖ്യത്തിന് ഓരോ നേതാക്കന്മാരുണ്ടല്ലോ. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവാരാണ്? അത് പിണറായി വിജയനാണോ VD സതീശനാണോ? അതോ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണോ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയത്തിൽ സാമാന്യമായിട്ടുള്ള മര്യാദയും സത്യസന്ധതയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉണ്ടാവണം. പരസ്പരം മത്സരിക്കുന്ന പ്രതീതി ഉണ്ടാക്കി BJP വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്ത് വോട്ട് മറിക്കുന്ന അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയത്തിനാണ് CPM-ഉം കോൺഗ്രസും തയ്യാറായിട്ടുള്ളത്. എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആരംഭിച്ചിട്ടുള്ളതല്ല. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. CPM-ന് കോൺഗ്രസും ലീഗും വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, ആ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP-യെ തോൽപ്പിക്കാൻ, NDA-യെ തോൽപ്പിക്കാൻ 10-ലേറെ സീറ്റുകളിൽ കോൺഗ്രസ് CPM-ന് വോട്ട് മറിച്ചു കൊടുക്കുകയായിരുന്നു. 10 വാർഡുകളിൽ 100-ൽ താഴെ വോട്ടാണ് കോൺഗ്രസ് ലഭിച്ചിട്ടുള്ളത്. 60 വോട്ട് 70 വോട്ടും ഒക്കെയാണ് കോൺഗ്രസ് ലഭിച്ചിട്ടുള്ളത്, UDF-ന് ലഭിച്ചിട്ടുള്ളത്. ഒരു മുനിസിപ്പൽ വാർഡിൽ
60 വോട്ടും 70 വോട്ടും ഒക്കെയാണോ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും വോട്ട്? ആ വാർഡുകളെല്ലാം BJP ജയിക്കേണ്ട വാർഡുകളായിരുന്നു. BJP ജയിക്കേണ്ട വാർഡുകൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-നെ സഹായിച്ചു കൊടുത്തു കോൺഗ്രസ്. ഇത് ഈ ജില്ലയുടെ അനുഭവമാണ്. ഇങ്ങനെ ധാരാളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ, മുനിസിപ്പൽ വാർഡുകളിൽ ഒക്കെ തന്നെ കോൺഗ്രസും CPM പരസ്പരം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി വ്യക്തമായി ഇവർ പരസ്പരം സഹായിച്ചു കൊടുക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPM കോൺഗ്രസിനെ UDF-നെ ലീഗിനെ സഹായിക്കുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതേപോലെ LDF UDF-നെ സഹായിക്കുകയാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് CPM സ്ഥാനാർത്ഥിയെ മാറ്റി. ആരെ സഹായിക്കാനാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്? പകൽപോലെ വ്യക്തമാണല്ലോ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 2016-ലും 2021-ലും CPM ഞങ്ങൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് UDF-ൻ്റെ MLA പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. CPM തന്നെ 2016-ൽ ഞങ്ങൾ UDF-നെ സഹായിച്ചു എന്ന് CPM പറഞ്ഞിട്ടുണ്ട്. 2016-ൽ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ UDF-ന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് CPM തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. വട്ടിയൂർക്കാവിൽ 2016-ൽ CPM-ൻ്റെ വോട്ട് കോൺഗ്രസിന് നൽകിയെന്ന് അന്ന് വട്ടിയൂർക്കാവിലെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന TN സീമ പരസ്യമായി അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ INL-ലാണ് മത്സരിക്കുന്നത്. LDF INL-ലാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ആർക്കും അറിയാത്ത അപ്രസക്തനായൊരു സ്ഥാനാർത്ഥിയെ അവസാന നിമിഷം മത്സരിപ്പിക്കുകയാണ്. എന്തിനാണ് കാസർഗോഡ് മണ്ഡലത്തിൽ, LDF-ന് അത്യാവശ്യം സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ ഇങ്ങനെ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തുന്നതിൻ്റെ ഗുണമാർക്കാണ്? ആർക്കാണ് LDF വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? LDF UDF-നെ സഹായിക്കുന്നു. ഞങ്ങളും UDF-ഉം തമ്മിൽ 10,000-ന് താഴെ വോട്ടിൻ്റെ വ്യത്യാസമുള്ള 2 മണ്ഡലങ്ങളാണ്. മഞ്ചേശ്വരത്ത് 800 വോട്ടിൻ്റെ വ്യത്യാസമാണ്. കാസർഗോഡ് 10,000-ന് താഴെ 8,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഈ 2 മണ്ഡലങ്ങളിൽ CPM ചെയ്യുന്നത് ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി അതിൻ്റെ ഗുണം UDF-ന് കിട്ടാൻ വേണ്ടി, UDF-ന് വോട്ട് മറിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരാൾ മത്സരിച്ച നേമത്ത് ഈ പ്രാവശ്യം ശിവൻകുട്ടിയെ സഹായിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം അവർ ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തൊരു മണ്ഡലമാണ് നേമം. ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം മുതിർന്നൊരു കോൺഗ്രസ് നേതാവ് നിർത്തുന്നത്? അത് ശിവൻകുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ INL-നെ സഹായിക്കാൻ ലീഗ് അപ്രസക്തരായിട്ടുള്ള ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ ഇതുപോലെ CPM-ഉം കോൺഗ്രസും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞത്, കേരളത്തിൽ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും തമ്മിലൊരു ഡീലുണ്ട്. ഡീല് പിണറായി വിജയനും VD സതീശനും തമ്മിലാണ്. അത് BJP ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സഹായിച്ചു കൊടുക്കുകയാണ് CPM-ഉം കോൺഗ്രസും ലീഗും ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയൊരു സഖ്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അത് BJP-ക്കെതിരായിട്ടുള്ള മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ് സഖ്യമാണ്. കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യമാണ്. ഒരു കോമാലി സഖ്യം കേരളത്തിലുണ്ട്. അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ BJP തയ്യാറാണ്. ഞങ്ങൾക്കവർ പരസ്യമായിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം അത് ദേശീയ തലത്തിലൊരു സഖ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ രഹസ്യമായ സഖ്യമുണ്ടാക്കി പരസ്യമായി BJP ആക്ഷേപിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. BJP ആക്ഷേപിക്കുകയും BJP-ക്കെതിരായിട്ട് അപവാദം പറയുന്ന ഏർപ്പാട് മുഖ്യമന്ത്രിയും VD സതീശനും അവസാനിപ്പിക്കണം.
മുഖ്യമന്ത്രിക്കും വി ഡി സതീശനും അവർക്ക് ഇഷ്ടംപോലെ കൊട്ടാനുള്ള ചെണ്ടയൊന്നുമല്ല ബി ജെ പി. കാലാകാലമായി ഞങ്ങൾക്കെതിരായിട്ട് അപവാദം പ്രചരിപ്പിക്കുകയാണ്. സഖ്യം അവരുണ്ടാക്കും, അവർ ഡീലുണ്ടാക്കും, അവർ അവിശുദ്ധ ധാരണയുണ്ടാക്കും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറ്റി ചെയ്യും, എന്നിട്ട് ബി ജെ പിയെ കുറ്റം പറയുക. ഈ ഏർപ്പാട് ഏതായാലും അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ അവിശുദ്ധ ബാന്ധവത്തിൻ്റെ എല്ലാ കഥകളും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ജനാധിപത്യത്തിൽ സുതാര്യതയാണ് ഉണ്ടാവേണ്ടത്. ആ സുതാര്യതയാണ് CPM കോൺഗ്രസും നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും കോൺഗ്രസിനും CPM-നും എതിരായിട്ടുള്ള ഒരു മൂന്നാം ശക്തിയെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ മൂന്നാം ശക്തിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി ഈ പ്രാവശ്യം ഉണ്ടാവുമെന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന സോക്കോൾഡ് വിളിക്കുന്ന ആളുകൾ അവർ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അവരെല്ലാ കാലത്തും അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ മേലങ്കി അണിഞ്ഞിട്ട് രംഗത്ത് വരുന്ന ആളുകൾ ആരാണ് കേരളത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിലെ സാംസ്കാരിക സമൂഹം മുഴുവൻ ഈ പ്രാവശ്യം പിന്തുണക്കേണ്ടത് നരേന്ദ്രമോദിയെയും മോഡിയുടെ രാഷ്ട്രീയത്തെയുമാണ്. കാരണം ദീർഘകാലമായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുക എന്നുള്ളത്. കേരളം എന്നാക്കി മാറ്റണം. എത്രയോ കാലമായി കേരളത്തിലെ സാംസ്കാരിക സമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്നതാണ്. കേരള എന്നുള്ളത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പദമാണ്. അത് കേരളമാക്കി മാറ്റണം എന്നുള്ള അവരുടെ ആവശ്യം, ആ ആവശ്യം അംഗീകരിച്ചത് പ്രാവശ്യം നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ പ്രസ്താവന ഇറക്കുന്ന സാംസ്കാരിക നായകന്മാർ അവരുടെ ദീർഘകാലത്തെ ആവശ്യത്തെ അംഗീകരിച്ചിട്ടുള്ള ഒരു മുന്നണിക്കും ഒരു പാർട്ടിക്കുമല്ലേ പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്? പിന്നെ നരേന്ദ്രമോദി എതിർക്കുന്നത് BJP എതിർക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് കൃത്യമായ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഒന്നുകിൽ സാംസ്കാരിക നായകന്മാർ ആ മേലങ്കി അഴിച്ചു വെച്ച് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രചാരകന്മാരായി മാറുക. സാംസ്കാരിക നായകന്മാരെന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. അങ്ങനെ സാംസ്കാരിക നായകന്മാർ അവരുടെ സ്വത്വബോധത്തെ ഉണർത്തുന്ന പ്രചരണമാണെങ്കിൽ അവർ പ്രചരണം നടത്തേണ്ടത്, അവർ പിന്തുണക്കേണ്ടത് BJP-യാണ്. അല്ലാതെ പ്രചരണം നടത്തിയാൽ അത് കേരളം തിരിച്ചറിയും, കേരളം അത് തള്ളിക്കളയും. അല്ല, ആദ്യം KC വേണുഗോപാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്, അതൊന്ന് പരിശോധിക്കട്ടെ. ഞങ്ങളതിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. ഇപ്പോൾ ഹൈക്കോടതി കേസ് നടക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി അവരുടെ ഭർത്താവിൻ്റെ പേരുള്ള സ്വത്ത് വിവരം പോലും പങ്കുവെക്കാതെയാണ് നോമിനേഷൻ കൊടുത്തത് വയനാട്ടിൽ. അപ്പോൾ ആദ്യം KC വേണുഗോപാൽ അതെല്ലാം ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് കേന്ദ്രത്തെ ആരെ സമീപിച്ചാലും വിരോധമില്ല. അത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വഴിയെ കാണാം. അത് 91 കാര്യമില്ലേ? അതിനുശേഷം എത്ര വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അത് അല്ല, അങ്ങനെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ച ചരിത്രമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. ആ ചരിത്രമുണ്ടല്ലോ. CPM-ഉം ലീഗും ഒരുമിച്ച് മത്സരിച്ച ചരിത്രമില്ലേ? 67 തെരഞ്ഞെടുപ്പിൽ CPM-ഉം ലീഗും ഒരുമിച്ചല്ലേ? അപ്പോൾ ആ ചരിത്രം ഇപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. CPM-ഉം കോൺഗ്രസും കേരളത്തിൽ ഒരുമിച്ച് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. CPI-യും കോൺഗ്രസും കേരളം ഒരുമിച്ച് ഭരിച്ചിട്ടില്ലേ? C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കേരള ആഭ്യന്തരമന്ത്രിയും ഒരുമിച്ചല്ലേ? അപ്പോൾ അവരെ ഒരുമിച്ച് മത്സരിക്കുക മാത്രമല്ലല്ലോ, അവർ മത്സരിച്ച് ഒരുമിച്ചൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ്. CPM കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഇതെല്ലാം പണ്ടിങ്ങനെ പല ചരിത്രങ്ങളുമുണ്ട്. രാഷ്ട്രീയത്തിൽ സഖ്യമുണ്ടാക്കുന്നതും ഒരുമിച്ച് മത്സരിക്കുന്നതുമൊക്കെ മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിലെ 960 സംയുക്ത വിധായകദൾ മന്ത്രിസഭ ഈ രാജ്യത്തുണ്ടായത് CPM, CPI, ജനസംഘം എല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ടായിട്ടുണ്ട്. അതൊക്കെ പഴയ ചരിത്രമാണ്. 91 രഹസ്യമായിരുന്നില്ലല്ലോ, പരസ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുമ്പ് പലതും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് CPI മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്, ലീഗും CPM-ഉം മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ രാജ്യത്തുണ്ടായിട്ടുള്ളതാണ്. നമ്മൾ വർത്തമാന കാലത്താണല്ലോ ജീവിക്കുന്നത്. വർത്തമാന കാലത്ത് ആരാണ് ഡീൽ ഉണ്ടാക്കുന്നത്? ആരാണ് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി പരസ്യമായി വോട്ട് ഷിഫ്റ്റിംഗ് ആണ്. അവരുടെ മുന്നണി ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. മുന്നണിയാണ് രാജ്യം മുഴുവനും. അപ്പോൾ ഒരുമിച്ച് മത്സരിക്കണം. ആളുകളെ വിഡ്ഢികളാക്കരുത്, ജനാധിപത്യത്തെ പരിഹസിക്കരുത്. വി ഡി സതീശനും പിണറായി വിജയനും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തെ പരിഹസിക്കുകയാണ്. അവർ പരസ്പരം മത്സരിക്കുന്നു, വാദപ്രതിവാദം നടത്തുന്നു, എന്നിട്ട് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി പിൻവാതിലൂടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഏർപ്പാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നത്.
ഓക്കെ, അപ്പോൾ താങ്ക് യു.